മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിനുള്ള കവാടം തുറന്നു. ഫെബ്രുവരി 8 മുതൽ 11 വരെ തിരുവനന്തപുരം കനകക്കുന്നിലാണ് 5ാമത് എഡിഷൻ അക്ഷരോത്സവം നടക്കുന്നത്. അന്തർദേശീയ തലത്തിൽ വിഖ്യാതരായ എഴുത്തുകാർ 4 ദിവസങ്ങളിൽ വേദികളിലെത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾക്കും ഏകോപനങ്ങൾക്കുമായി തയ്യാറാക്കിയ ഓഫീസ് ഉദ്ഘാടനം ശശി തരൂർ MP നിർവഹിച്ചു. ഏകാന്തതയുടെ 100 വർഷങ്ങളിൽ എന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിന്റെ പുസ്തകത്തിന്റെ ആദ്യ വരികൾ വായിച്ചാണ് ഉദ്ഘാടനം നടത്തിയത്. മാതൃഭൂമി ഡിജിറ്റൽ ബിസിനസ് ഡയറക്ടർ MS മയൂരയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഈ 5ാമത്തെ എഡിഷൻ മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് MBIFL-നെ തിരുവനന്തപുരത്തിൽ വീണ്ടും സ്വീകരിക്കുന്നത്. നമ്മൾ ആരംഭിച്ചപ്പോൾ ഞാൻ ശ്രീ വീരേന്ദ്രകുമാറും ശ്രീ ശ്രേയസ് കുമാറും സംസാരിച്ചിട്ട് നമ്മളുടെ തലസ്ഥാനത്തിൽ വലിയൊരു ലിറ്റററി ഫെസ്റ്റിവൽ, ഒരു സാഹിത്യ സമ്മേളനത്തിൻ്റെ ആവശ്യമുണ്ട് പറഞ്ഞിട്ടാണ് മാതൃഭൂമി ഈ ഐഡിയ സ്വീകരിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടി ഈ ഫെസ്റ്റിവലിൻ്റെ പേട്രൺ കൂടിയാണ്. എല്ലാ വർഷവും വരാറുണ്ട്. ഇത് 7ാമത്തെ വർഷമാണ്. പക്ഷേ 5 എഡിഷനേ ആയിട്ടുള്ളൂ. കാരണം 2 വർഷം നമ്മൾക്ക് കോവിഡിൻ്റെ കാരണം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഈ 5ാമത്തെ എഡിഷനിൽ നല്ല എഴുത്തുകാർ മലയാളത്തിലും ഇംഗ്ലീഷിലും ചില അന്താരാഷ്ട്രീയ എഴുത്തുകാരും തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ്. അവരൊപ്പം ചർച്ച, അവരൊപ്പം ബുക്ക് റിലീസ് ഫങ്ഷൻസ്, അവരൊപ്പം ഓരോരു പുസ്തക പ്രകാശനം മാത്രമല്ല, അതിനെക്കുറിച്ച് സംസാരിക്കലും തർക്കിക്കലും എല്ലാം ഉണ്ടാവും. വന്ന് കാണൂ, കേൾക്കൂ, എഴുത്തുകാരെ നേരിട്ട് കാണൂ, അവരുടെ ഒപ്പം മേടിക്കൂ പുസ്തകത്തിൽ. എല്ലാറ്റിനെയും സാധ്യതയുണ്ട് ഇവിടെ കനകക്കുന്ന് പാലസ് തിരുവനന്തപുരത്തിൽ.